നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, അങ്ങനെ ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് അങ്ങനെ നീണ്ട കുറെ നാളുകളുടെ കഷ്ടപ്പാടിനൊടുവിൽ 2 മാസം കൊണ്ട് ഒരു ക്യാരവാൻ ഫുള്ള് നമ്മൾ റീബിൽഡ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ SS നെപ്പോളിന് ഇറങ്ങിയിരിക്കുകയാണ്. അതേപോലെ തന്നെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അർബാനിയ പണിതിരിക്കുന്ന നമ്മുടെ നജീബിക്കാണ്. അങ്ങനെ ഇക്ക 100-300 വണ്ടിക്ക് മേളിൽ പണിതു. അതിനുശേഷം ഇക്കൊരു വലിയ അപ്ഡേഷനായിട്ട് വന്നിരിക്കുകയാണ്. യെസ്, അങ്ങനെ ഫൈനലി അങ്ങനെ സെഡാർ, അതായത് സൈനൂസ് റീബാമിൻ്റെ വകയുള്ള ആദ്യത്തെ കിടിലൻ, ഇതിനു മുമ്പേ ഇതിലും കിടിലൻ ഇറക്കിയിട്ടുണ്ട്, പക്ഷേ പുതിയ മോഡൽ അർബാനിയ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ 2 മാസം അല്ല 1 മാസം കൂടിയാണ് വരുന്നത്. അപ്പം ഇത്രയും മാസത്തിനിടയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇറങ്ങണമായിരുന്നു, അതുപോലെ യെസ് 2 പേരുടെയും വണ്ടി ഇറങ്ങണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഠിന പ്രയത്നത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. അപ്പം ഈ 2 വണ്ടി നമുക്ക് കാണാം. പിന്നെ അതുകൂടാതെ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങളുടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാം വഴി, ഫോൺ വഴി, റോഡിൽ വെച്ച് അങ്ങനെ പല വിധത്തിൽ നിങ്ങൾ ഞങ്ങളെ എന്താ പറയുക വീഡിയോ ഇടാത്ത എന്നാന്ന് വെച്ചാൽ തെറി വിളിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വണ്ടി കൊണ്ട് വന്നേക്കുന്നത്. ഞങ്ങളുടെ ഈ 2 വണ്ടിയുടെയും കുറച്ച് പരിപാടികൾ തീരാനുണ്ട്. പക്ഷേ എന്തായി അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി ഈ വണ്ടിക്ക് 2 ദിവസം പരിപാടിയുണ്ട്, ഈ വണ്ടിക്ക് 2 ദിവസം പരിപാടിയുണ്ട്. അപ്പം 2 പേരുടെയും വണ്ടി നമുക്ക് കാണാം. യെസ്, തുടങ്ങാം. കഴിഞ്ഞ ഇത് വണ്ടി ഏതാണ്ട് 6 മാസം 6-7 മാസം ഈ വണ്ടി എടുത്തിട്ട് ഇക്ക ബാക്കിയുള്ള എല്ലാ വണ്ടികളും പണിത് ഇക്കയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റാതെ ഇതിങ്ങനെ കിടക്കുമായിരുന്നു. ഫൈനലി ഞങ്ങൾ വന്നു, യൂറോപ്പിൽ നിന്ന് വന്നു. നമ്മുടെ വണ്ടി, ഇക്കൻ്റെ വണ്ടി അതിന് മുമ്പ് പെയിൻ്റ് അടിച്ചിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ട് നീണ്ടൊരു പിടുത്തം പിടിച്ചു. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇത്രയും രീതിയിൽ വർക്ക് ചെയ്ത ഒരു അർബാനി ഉണ്ടാവില്ല. റോട്ടിൽ കൂടെ ഈ വണ്ടിയും മറ്റു വണ്ടിയും മുമ്പ് എല്ലാവരും നോക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇക്കായും ഞങ്ങളും, അതായത് വിദേശ പര്യടനത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി, വിദേശ പര്യടനത്തിൽ നമ്മൾ പോകാൻ നേരത്ത് നമ്മൾ പല സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഒരു സാധനം എന്തുകൊണ്ട് നാട്ടിൽ ഇറക്കിക്കൂടാന്ന് ചിന്തിച്ചു. അങ്ങനെ പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് പണിതൊരു വാഹനമാണ്. അതായത് കൂടുതൽ സാധനങ്ങളും ജോർജിയ, അതുപോലെ തന്നെ അസർബൈജാൻ, തുർക്കി, പിന്നെ കുറച്ച് സാധനം UK, പിന്നെ ചൈന, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി പണിതാണ് ഈ വണ്ടി. പിന്നെ കുറേയൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിലും സാധനങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പണിതാണ്. കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഇക്കൊന്നും പറയാനുണ്ടല്ലോ. അപ്പോൾ ഇക്ക തുടങ്ങി ഓരോ കാര്യങ്ങളായിട്ട് പറ ഓരോന്നായിട്ട് പറ വണ്ടിയുടെ എന്തൊക്കെയാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ സൺഷെയ്ഡ് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ വണ്ടിയിലുള്ള മിക്ക സാധനങ്ങളും പുറത്തുനിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. അതിലെ ഗ്രില്ലെല്ലാം നമ്മൾ വർക്ക്ഷോപ്പിൽ തന്നെ മേക്ക് ചെയ്തതാണ്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ സെഡാർ എന്ന് പറഞ്ഞാൽ സൈനൂസ് റീവാമ്പ് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അർബാനിയുടെ അവരൊരു ബാഡ്ജ് നമ്മൾ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ വാഹനത്തിന് നമ്മൾ പേരിട്ടാക്കുന്ന തന്നെ ഗൈസ് നോക്കൂ, അതായത് ഈ വാഹനത്തിന് നമ്മൾ പേരിട്ടാക്കുന്ന തന്നെ നമ്മുടെ ഈ ഒരു എഡീഷൻ പറയുന്ന സെഡാർ എഡീഷൻ എന്നാണ്. അതായത് സൈനൂസ് റീവാമ്പ് എഡീഷൻ. നമ്മൾ ഇത്ര നാൾ ഒരു എഡീഷനായിട്ടൊരു വണ്ടി ഇറക്കിയില്ലായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ ഈ വണ്ടി നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇനി എന്നൊക്കെ ഇല്ലാതെ നമ്മൾ ചെയ്തെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഉള്ളിലേക്ക് ഉള്ളിൽ ഇങ്ങനെ വർണ്ണ വിസ്മയങ്ങളോട് തിളങ്ങുന്ന സംഭവങ്ങളല്ലേ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാഹനം ഇഷ്ടപ്പെടും. കാരണം അത്രയും കഷ്ടപ്പാടിലാണ് ഈ വണ്ടി ഒരുക്കിയിരിക്കുന്നത്. സാധാരണ അർബാനിയ എന്ന് വരാൻ നേരത്ത് സാധാരണ അർബാനിയയുടെ ബോണറ്റിൽ ഒരു സാധനം ഉണ്ടാവില്ല. ഇവിടെ 2 സ്കൂപ്പ് വെച്ചിരിക്കുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഫിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എബിൻ എവിടെന്നോ ഈ സാധനം എവിടെന്നോ തപ്പി പിടിച്ചുകൊണ്ടു തന്നു. നമ്മുടെ അലൂമിനിയത്തിന്റെ ഷോപ്പിൽ പോയപ്പോ അങ്ങനെയുള്ള സ്കൂപ്പ് സാധനങ്ങൾ വെച്ചു. പിന്നെ ഇവിടെ സ്റ്റീലിൻ്റെ ഇതൊക്കെ ഞാൻ കൈ തട്ടിയിട്ടാണ് ഇവിടെ പാടാണ്. സ്റ്റീലിൻ്റെ ഇത് കൊണ്ട് വെച്ച് അർബാനിയ എന്ന് എഴുതി സെഡാർ എന്നുള്ള ലോഗോ വെച്ചു, ഗ്രില്ല് വെച്ചു. പിന്നെ നമ്മളുണ്ടാക്കി. പിന്നെ അതേപോലെ തന്നെ ഹെഡ് ലാമ്പ്, ഇത് ഈ കാണുന്ന ഹെഡ് ലാമ്പ് ഈ ഭാഗം. അതുകൂടാതെ ഈ കാണുന്ന ബമ്പർ നമ്മൾ പണിതുണ്ടാക്കിയതാണ്. ഈ കാണുന്ന ഫോഗ് ലാമ്പ് വെച്ചു. ഇനി സൈഡ് വശത്തോട്ട് വരാൻ നേരത്തെ നിങ്ങൾക്ക് ഈ വശത്ത് കറക്റ്റ് ഓരോ കാര്യങ്ങളായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വീലാർച്ച് പണിതു. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് വെച്ചു. ഇവിടെ ഒരു ചെറിയ സംഭവം കൊടുത്തു, ഫ്ലാപ്പ്. ഇതിൻ്റെ ഇവിടെ നമ്മളൊരു സ്റ്റീലിൻ്റെ ഒരു ഇത് കൊടുത്തിട്ട് സൈനൂസ് എന്നുള്ള ഒരു ലോഗോ അവിടെ കൊടുത്തു. വീല് മാറ്റിയപ്പോൾ തന്നെ ഭയങ്കര ലുക്കായി.
ഇനി അത് കൂടാതെ സൈഡിലേക്ക് വരാൻ നേരത്ത് നമ്മൾ റെയിൻ ഗാർഡ് കൊടുത്തു. ഇനി അത് കൂടാതെ ഇവിടെ നമ്മളൊരു പ്രത്യേക കാർബൺ ഫൈബറിന്റെ സംഭവം ഒട്ടിച്ചു. ഇനി സൈഡിലേക്ക് ഇവിടെ ഇതിന്റെ ഉണ്ടല്ലോ ഈ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ്, ഇനി വേറൊരു പേരും കൂടെ പറയുമല്ലോ, ഫുഡ് റെസ്റ്റിന്റെ പ്രത്യേകത ഉണ്ട്. ഇത് നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ പണിതുണ്ടാക്കിയതാണ്. ഇതിന്റെ മേളിൽ സ്റ്റീലാണ്, സൈഡും സ്റ്റീലാണ്. ഇനി സൈഡിലേക്കൊക്കെ വരാൻ നേരത്ത് ഫുള്ള് നിങ്ങൾ ഈ ഒരു വെസ്റ്റേൺ നോക്കിയേ, ഈ ഒരു ഡിസൈൻ ഞങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നജീബക്കയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് പണിയുന്ന ഈ ZR മോഡൽ പണിയുന്നവർക്ക് ഈ സാധനം അടിച്ചു കൊടുക്കും. ഇതൊരു പുറം സ്റ്റൈലാണ്. അപ്പം ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഇത് കൂടാതെ ഞങ്ങളെ വണ്ടിയിൽ അടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ 2 വണ്ടിയാണ് ഈ സാധനം അടിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടെ നമ്മളൊരു നമ്മുടെ മഡിലൊക്കെ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ, അതായത് ചെളിയിലോ, അതിപ്പോ മഴക്കാലമല്ല, ഇപ്പൊ എന്താണ് ചെറിയൊരു കുടിയിനകത്ത് കയറിയിട്ടുണ്ട്, വണ്ടിയുടെ ടയർ തന്നും, അതൊക്കെ ടയർ തന്നും ഈ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഓല സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് സാധനമൊക്കെ ഉണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ കത്തി കയറി കഴിഞ്ഞപ്പോൾ നജീബിക്കൊന്നും ഞങ്ങളുടെ ചാനലിൽ സ്പേസ് ഇല്ലാതായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ഭയങ്കര പവറാണ്, പഴയ പോലെയല്ല. ഞങ്ങൾ വലിയ നിർത്തിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഉഷാറുള്ള മനുഷ്യരായി മാറി. പിന്നെ അതേപോലെ തന്നെ ടോപ്പിൽ പിന്നെ നമ്മുടെ ക്യാരറും സംഭവം പിടിപ്പിച്ചു. പിന്നെ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാനത് പറയാൻ വേണ്ടി ഈ സാധനം ZR എന്ന് പറഞ്ഞ് കത്തുന്ന പുതിയൊരു എന്താ പറയുക സൈഡ് ബോഡി ലൈറ്റാണ് ഈ സംഭവം ഈ സൈഡിൽ. ഇനി ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ രാവിലെ വന്നാണ് വീഡിയോ എടുക്കാൻ വേണ്ടി, പക്ഷേ നമുക്ക് ആ സമയത്ത് എടുക്കാൻ സാധിച്ചില്ല, മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ വേറെ സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പെർമിഷൻ കിട്ടിയത്. ഇവിടെ എൻ്റെ ചെറുക്കൻ കിടക്കുന്നുണ്ട്, നമ്മുടെ ചെറുക്കനെ നിങ്ങളെ കാണിച്ചിട്ടില്ല, അത് കാണിച്ചു തരാം. നമ്മൾ നാളെ കഴിഞ്ഞാൽ യാത്ര തുടങ്ങും. ടയറിൻ്റെ കുറച്ച് പരിപാടി, ടയർ മേടിക്കാനുണ്ട്, അപ്പോൾ അത് ചെയ്യണം. ഇനി ഈ സൈഡിലേക്ക് വരാൻ നേരത്ത് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ ഈ വാഹനം നമ്മൾ ഈ അർബാനി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ഷെല്ല് പോലെ സെറ്റപ്പാണ്. 4 സീറ്റും 16 സീറ്റ് അതിൻ്റെ ഒരു ഇതാണ്. ഇത് അങ്ങനെ പണിതല്ല, ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ വണ്ടി പണിതാക്കുന്നത്. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ കറുത്ത കളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കറുത്ത കളർ ഉണ്ട്, ഒരെണ്ണം ഉണ്ടെന്നു. മറ്റേ സിനിമ ചോദിക്കുന്നല്ലേ, നീല നിറത്തിൽ അങ്ങനെ കാണത്തില്ലല്ലോ. കറുപ്പല്ല, കറുപ്പല്ല. ഇത് മഴ നമ്മള് വെയിലടിച്ചു കഴിഞ്ഞാൽ വയലറ്റ് ആവും, കറുപ്പാവും. ആ രീതിയിലുള്ള സംഭവങ്ങളാണ്. ഇനി വേറെ സംഭവം, ഇനി ബേക്ക് വശത്തോട്ട് വരാൻ നേരത്ത് ഓരോ സംഭവങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്കിൽ നിന്ന് നോക്കാൻ നേരത്ത് നമ്മളൊരു ജെറിക്കാൻ വെച്ചു, 2 ക്യാരിയർ വെച്ചു, ഒരു മിറർ വെച്ചു. ഇത് പണ്ട് ടയോട്ടയുടെ ഹൈലക്സിലൊക്കെ വന്ന പോലെ ആ ഒരു സംഭവമാണ് ഇത്. പിന്നെ അത് കൂടാതെ നമ്മൾ ടയർ വെച്ചു. യെസ്. പിന്നെ ഇവിടെ ബമ്പർ വന്നിട്ടുണ്ട്. ബമ്പർ അല്ല, ഇതിന് സ്കേർട്ട്. ഇവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്, പിന്നെ ഇവിടെ ഒരു ലൈറ്റ്. പിന്നെ അത് കൂടാതെ ഇവിടെ സൈനൂസ് സാധാരണ അതാണ് ഇതിന്റെ ലുക്ക്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു ലോഗോ സൈനൂസിന്റെ വന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ തന്നെ വണ്ടി ഒരു പ്രീമിയം ലുക്കിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി വണ്ടിയുടെ ഉള്ളിലേക്ക് വരാൻ നേരത്തെ ഓരോ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഇന്ന് നിങ്ങൾക്ക് തരും. എന്താണോ ചെയ്തിരിക്കുന്നത്, ആവശ്യത്തിന് വേണ്ടി എന്താണ് പണിത്, അതെ അല്ലേ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ വണ്ടി പണിതു. അതിന് മുമ്പായിട്ട് നമുക്ക് നജീബക്കയുടെ വാഹനങ്ങൾ കാണിക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുകയാണ്, ഇതേപോലെ പണിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നജീബക്ക നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അത് നിങ്ങൾ നേരത്തെ തന്നെ വിളിച്ചു പറയണം. കാരണം കമ്പനി വണ്ടികൾ ഇപ്പം കണ്ടമാനം കയറുന്നുണ്ട്, നമുക്ക് ഡേറ്റിൻ്റെ വിഷയമുണ്ട്. ഞങ്ങൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പൊങ്ങറ്റും പറയുന്നതാണ്. പക്ഷേ അല്ല, നമ്മുടെ 2 പേരുടെ വണ്ടി, ഞങ്ങളുടെ 2 പേരുടെ വണ്ടി അതിൻ്റെ അകത്ത് പണിയാൻ വേണ്ടി ഞങ്ങൾ എണ്ണ വരച്ചു. കാരണം അത്ര വണ്ടി വന്ന് കയറിയാക്കുന്നുണ്ട്. മറ്റുള്ള വണ്ടികൾ ഇറങ്ങി പോയും വേണം, മറ്റു വണ്ടി കൊണ്ടുവന്നവർക്ക് ഇത് അറിയണ്ട. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യണം. 30 വണ്ടി കണ്ടല്ലോ ഇറങ്ങിപ്പോയി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധനങ്ങളൊന്നും എന്തായി, അതായത് നമ്മൾ തരില്ല. നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന് തന്നെ വേണം സാധനങ്ങൾ വെക്കാൻ. ഒരു സാധനം പോലും നമ്മൾ പുറത്തോട്ട് കൊടുക്കില്ല. കാരണം ഫിറ്റിങ് കറക്റ്റ് ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. യെസ്, കം ഓൺ ഇൻസൈഡ്, ലുക്ക് ഇറ്റ് ഇൻസൈഡ്, വെരി വെറൈറ്റി ഇൻസൈഡ് ഗൈസ്. ഇവിടെയൊക്കെ സ്റ്റീൽ പ്ലേറ്റ് കൊടുത്ത് ഉള്ളിലേക്ക് കയറുന്നത്. പിന്നെ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിലേക്ക് വരാൻ നേരത്ത് 16 സീറ്റ് വരുന്ന അർബാനിയ നമ്മൾ എത്ര സീറ്റിലേക്കാണ് മാറ്റിയെന്ന് നിങ്ങൾക്ക് അറിയാവോ? എത്ര സീറ്റിലേക്കാണ് മാറ്റിയത്? നമ്മളിപ്പോൾ 9 സീറ്റ്, 9+1. 10+1 ഇത് കോ ഡ്രൈവർ സീറ്റ് കൂടി കൂട്ടിയിട്ടാണെങ്കിൽ 11 പേര് ഡ്രൈവർ, 11 സീറ്റിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം ഇതേപോലത്തെ നജീബിക്ക തന്നെ ഉണ്ടാക്കിയെടുത്ത സീറ്റുകളാണ്. ഇങ്ങനത്തെ സീറ്റ് വെച്ചു.
പിന്നെ അതുപോലെ ഇങ്ങനെ തിയേറ്ററിലെ പോലെ സ്റ്റെപ്പ് വെച്ചു. പിന്നെ നല്ല കർട്ടനുകൾ, അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് പൊക്കാനും താത്താനും പറ്റും. ഇനിയിപ്പം മൂന്നാറൊക്കെ പോകുന്നത് ഫ്രഷ് എയർ വേണമെന്ന് പറയുന്നത്. അതിപ്പോ ഡ്രൈവറിന് ഇപ്പോൾ ഒന്ന് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഇത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് എയർ കിട്ടുമല്ലോ, അതിനുവേണ്ടി നമ്മൾ വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യാത്തായിട്ട് ഒരു പരിപാടി നോക്കിയേ, ഇത് ഈ ലൈറ്റ് നോക്കിയേ, ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. അതായത് ZR ഇതിൽ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഓരോന്നെല്ലാം ഫ്രണ്ടിലാണ്. അതായത് ഇത് കണ്ടോ, ഈ ഫ്രണ്ടിലേക്ക് നോക്കിയേ, ഈ കാണുന്ന ഇവിടെ ഈ ഒരു രീതിയിലുള്ള ഒരു മൂൺ സെറ്റപ്പ് സാധനം വന്നു. ഈ സ്വിച്ച് ലൈറ്റ് ഒക്കെ അത് കണ്ടോ, ഞെക്കി ടച്ച് സ്ക്രീനാണ്, ഇതെല്ലാം ടച്ച് സ്ക്രീനുകളാണ്, ഇതെല്ലാം ലൈറ്റ് കത്തും. അതിന്റെ സംഭവങ്ങളാണ് ഈ കാണുന്നത്. സ്റ്റാർ ലൈറ്റ് ആണ് അത് തന്നെ മൂൺ ലൈറ്റ് വന്നു. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ഇത് വന്നു, അതായത് ഹാൻഡ് റെസ്റ്റ് വിത്ത് സ്റ്റോറേജ്. ഇനി അതുകൂടാതെ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് വന്നു. ഇനി അതുകൂടാതെ ഇവിടെ ഈ വണ്ടിക്കകത്ത് ഉപയോഗിച്ചാക്കുന്ന സ്പീക്കർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്നായിരുന്നു അതിന്റെ പേര്? നക്കാമച്ചി. ജപ്പാൻ മെയ്ഡ് ആണ്. നല്ല സാധനം. ഈ കാണുന്ന നക്കാമച്ചിയുടെ സ്പീക്കറുകൾ, അതുപോലെ ആമ്പുകളാണ് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ആമ്പ്, DSB സ്ക്രീന്, പിന്നെ അതുപോലുള്ള സംഭവങ്ങളൊക്കെ എല്ലാ സാധനം ഇതുണ്ട്. ഈ കാണുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം എല്ലാം അത് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ വെറൈറ്റി സ്വിച്ചുകളാണ്. ഈ ഒരു സ്വിച്ച് പ്രീമിയം രീതിയിലുള്ള സ്വിച്ചാണ്. അതായത് എൻ്റെ ബസ്സിലും ഇതാണ് വെച്ചേക്കുന്നത്. അതായത് താഴെ ഓണാക്കാം, ഇവിടെ ഓഫാക്കാം, താഴെ ഓണാക്കാം, ഇവിടെ ഓഫാക്കാം. ഒരു പ്രീമിയം സ്വിച്ച് സംഭവങ്ങൾ. പിന്നെ അതുകൂടാതെ ഇവിടെയൊക്കെ ലൈറ്റുകൾ, അതുപോലെയുള്ള സംഭവങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത സംഭവമുണ്ട്. ഞാൻ പറയുന്നത് കൂടുതൽ എൻ്റെ ചെറുക്കൻ നിങ്ങളെ ഷോട്ട് എടുത്ത് കാണിക്കും. ഇനി ഞാൻ നിങ്ങൾ TV കാണിച്ചു തരാം. ഇതിങ്ങനെ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് TV കാണാം. ഇത് 24 എൻ്റെ വണ്ടിയിലും ഇതിലും കയറ്റിയാക്കുന്ന 24 പിന്നെ ഇവിടെ ഒരു ZR-ന്റെ ഒരു സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ, കാര്യങ്ങൾ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും സെപ്പറേറ്റ് കമ്പനി തന്നെ AC വിൻഡ് വന്നിട്ടുണ്ടാവും. ഇനി ഇതിന്റെ പ്രത്യേകത തിയേറ്റർ സീറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് സീറ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ ഡിക്കി സ്പേസ് ഉണ്ട്. എന്താ പറയുക, 16 സീറ്റിനെ നമ്മൾ ഏത് രീതിയിലേക്ക് മാറ്റി? നമ്മൾ 10 സീറ്റിലേക്ക് മാറ്റി. 10+1 ഡ്രൈവറടക്കം. അതായത് നമ്മൾ ഓവർ ഇതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാണല്ലോ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പം കണ്ടു മനസ്സിലാക്കാം. ട്രിപ്പ് ഒക്കെ വിളിക്കുക. അപ്പൊ നിങ്ങൾ അതിനകത്ത് കയറി പോകുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാവും. അതെ അല്ലേ ഗൈസ്, അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതി പണിതാണ്. കർട്ടനൊക്കെ ഒരു വേറെ ഫീലിംഗ് ഉള്ള സാധനമാണ്. കർട്ടന്റെ മറ്റേ പൈപ്പ് കാര്യങ്ങളൊന്നും പുറത്തു കാണൂല. ആ സെറ്റപ്പിലാണ് ഇത് പണിതാക്കുന്നത്. ഇതിന്റെ AC നല്ല കൂളിംഗ് ആണ്. നമ്മുടെ പക്ഷേ AC ഒരു മിനിമം അകത്തുള്ള ഡിസൈനുകളില്ലേ, കളർ ഇതൊക്കെ അതെല്ലാം വൈഫാണ് സെലക്ട് ചെയ്തത്. കർട്ടന്റെ ഇതും അതുമായി ബന്ധപ്പെട്ട കളറുകളൊക്കെ പുള്ളിക്കാരുടെ സഹായത്തോടുകൂടി, സഹകരണത്തോടുകൂടി നമ്മൾ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തു. അപ്പം എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെടുന്ന എനിക്ക് മനസ്സിലായി. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ ഓവർ പറയേണ്ട കാര്യമില്ല. ആൾക്കാർ നോക്കുന്ന നോട്ടം കണ്ണുകിട്ടായിരിക്കും എന്തെങ്കിലും വെക്കണം. അല്ല, നമ്മള് 6 മാസം കഷ്ടപ്പെട്ടതല്ല, അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം. 6 മാസം നമ്മൾ വണ്ടി ഒരു മാസം വെറുതെ ഇടുന്നു. അതിന് നമ്മൾ പുറകെ ഇങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങളും നിങ്ങൾ തന്നെ ജോർജിയെന്ന് എന്തൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് കണ്ട് നിങ്ങൾ എനിക്ക് മേടിച്ച് തന്നിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്ത് എന്തായാലും ഫൈനലി റിസൾട്ടായി. നമ്മൾ വന്ന് നമ്മുടെ ക്യാരവാൻ പണിയാൻ വേണ്ടി വന്നുകൊണ്ട് ഈ വണ്ടി പെട്ടെന്ന് ഇറങ്ങി. ഞാൻ മൂപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇനിയും കിടക്കും. തീർച്ചയായിട്ടും മൂപ്പിച്ചു അങ്ങനെ സാധനം നമ്മളത് എല്ലാവരും കൂടെ എഫേർട്ട് എടുത്ത് എന്തായാലും സാധനം ഇറങ്ങി. ഒരുപാട് സന്തോഷം. പിന്നെ ഫ്ലോറൊക്കെ വുഡിൻ്റെ ഇതാണ് ചെയ്താക്കുന്നത്. ഇവിടെയൊക്കെ സ്റ്റീൽ പ്ലേറ്റുകളും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും പണിത് എന്നാ പറയുക സെറ്റപ്പ് ആക്കി. ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയുന്നത് നമ്മുടെ പണിക്കാരോടാണ്. കാരണം അവർ രാപകലില്ലാതെ പണിത് അതിൻ്റെ കൂടുതൽ അവർ നിന്ന് എന്നാ പറയുക നൈറ്റ് നിന്ന് അങ്ങനെ എന്നാ പറയുക നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തുന്ന പറഞ്ഞാൽ അവർ ഒരു മടിയും കൂടാതെ മാറ്റങ്ങളും വരുത്തി തന്ന് അങ്ങനെ ഇറങ്ങിയതാണ്. കാരണം പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിൽ വെച്ച് നോക്കാൻ സൂട്ടായില്ല. എന്നിട്ട് പിന്നെ അതൊക്കെ മാറ്റി ക്ഷമയുള്ള പണിക്കാർക്ക് ഇതിങ്ങനെയൊക്കെ പണിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഏറ്റവും ക്ഷമയുടെ പര്യായം. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ചെയ്തു. എന്തായാലും അർബാനി പണിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇത് ZR മോഡല്. ഇതിപ്പോ നമ്മൾ ഇവിടെ നമ്മളിപ്പോ ഓൾറെഡി ലോഞ്ച് ചെയ്തെങ്കിലും ഇത് ZR എന്ന് പറയുന്ന ഒരു മോഡലാണ്. പ്രത്യേകം പറയാം, അർബാനിയ സൈനുസിന്റെ മോഡൽ ZR എന്ന് പറഞ്ഞ മോഡലാണ്. അതെ, നമ്മൾ ഇത്ര നാളുമായിട്ട് നമ്മളൊരു നെയിമിൽ ഒരു വണ്ടി ഇറക്കിയിട്ടില്ല. നമ്മളൊരു വണ്ടി വരുന്നു പണിത് വിടുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു ZR എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതെ, പ്രീമിയം കാറ്റഗറിയിലാണ് ഈ വണ്ടി പണിതിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ തുകയൊന്നുമില്ല. നിങ്ങൾ മറ്റു സ്ഥലത്ത് പുറത്ത് ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, രാജസ്ഥാനിലും മറ്റു സ്ഥലങ്ങളൊക്കെ പോയി പണിയുന്ന അത്ര തുകയല്ല. അതിലും നിങ്ങൾക്ക് തുക കുറച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. വാനം മേലെ
പോകാം കാറ്റിൻ ചാരേ ചാരേ ചെമ്മാനം കാണേ പറന്നിടാം ഈ ലോകം കാണാൻ തുടങ്ങിടാം ദൂരെ ദൂരെ വാനം മേലെ പോകാം കാറ്റിൻ ചാരേ ചാരേ ഫൈനലി ഒരു വണ്ടീനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. അങ്ങനെ നമ്മുടെ SS നെപ്പോളിയൻ റഷ്യൻ എഡിഷൻ റൂസ്കിനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ്. ഈ വണ്ടി എങ്ങനെയായിരുന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഏതൊക്കെ മാപ്പ് ഉണ്ടായിരുന്നോ നമ്മുടെ വണ്ടിക്കകത്ത് ആ മാപ്പ് എല്ലാം പെയിന്റ് പൊളിഞ്ഞുണ്ട്. യെസ്, വളരെ സമയം കൊടുത്തു. സാധാരണ ഒരു ക്യാരവാൻ പണിയണ മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം വേണം. നമുക്ക് ഏതാണ്ട് ഒരു 2 മാസം എടുത്തില്ല, ഒരു 1.5 മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തീർന്നു അല്ലേ? തീർന്നു. 1.5 മാസം കൊണ്ട് നമ്മൾ അതിമനോഹരമായി വണ്ടി പണിതിറക്കി. യെസ് ഗൈസ്, നാളെ ഇക്കൊക്കെ ഒരു ഈവന്റ് ഉണ്ട്. എന്നാ ഇവന്റാ? ഇവൻ എന്ന് പറഞ്ഞാൽ BOCയുടെ സംസ്ഥാന സമ്മേളനം, ഓൾ ഇന്ത്യയിലുള്ള എല്ലാ ട്രാവൽസുകാരും വരുന്നുണ്ട് നോർത്ത് ടൗണിൽ. അവിടെ നമ്മുടെ വണ്ടി നമ്മൾ അങ്ങനെ ലോഞ്ച് ചെയ്യുന്നതാണ്, പുതിയ അർബാനിയ. എന്നിട്ട് അതുകൊണ്ട് ഒരു യാത്ര പോകാൻ വേണ്ടി അല്ലേ ഗൈസ്, അങ്ങനെയാണ് പരിപാടികൾ. അപ്പം നമ്മുടെ വണ്ടിയിലെ ഓരോ കാര്യങ്ങൾ നിങ്ങളിപ്പം ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നില്ല. ഇത്രയും ദിവസം എന്താണ് കാണിക്കാത്തതെന്ന് എല്ലാവരും ചോദിച്ചു. പണി തീരട്ടെ നമ്മൾ ഓർത്തിട്ടാണ് നമ്മൾ കാണിക്കാതിരുന്നത്. യെസ്, അപ്പം ഞങ്ങളെ പോലെ തന്നെ 1.5 മാസം ദീപിച്ചേട്ടൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഉറക്കം തന്നില്ലെന്നോ ഗൈസ്? അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിലെ കൊമ്പ് മാറ്റി, സൈഡിലെ മിറർ വേറെ വൈറ്റ് അടിച്ച്, പിന്നെ ചെറിയൊരു പീസ് ബ്ലാക്ക് അടിച്ചു. ഇനി അതേപോലെ തന്നെ ഇവിടെ നമ്മൾ റഷ്യൻ ഓർത്തഡോക്സിൻ്റെ ക്രോസ് അടിച്ചു. ഇത് ഫുള്ള് ബ്ലാക്ക് ആക്കി. ഇത് പണ്ട് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പം തന്നെ ലുക്ക് മാറി. ഇവിടെ ബ്ലാക്ക് അടിച്ചു. ഇവിടെ ZRൻ്റെ, അതായത് ഈ കാണുന്ന നജീബിക്കർ ലോഗോയും സംഭവങ്ങളും ഇവിടെ വെച്ചു. നമ്പർ പ്ലേറ്റ് അവിടെ കമ്പനി വന്നിട്ടുണ്ട്, അത് വെക്കണം. പിന്നെ ഇവിടെ ഒരു ഫ്ലാപ്പ് എന്നല്ലേ പറയാ, അതെ, അത് വെച്ചു. ഇപ്പൊ വായി കിട്ടിയോണ്ട് അതൊക്കെ പറഞ്ഞു. അപ്പൊ അത് അവരുടെ ഒരു ബീഡിങ്. പിന്നെ അത് കൂടാതെ ഇവിടെ ഫോഗ് ലൈറ്റ് വെച്ചു. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ LED ലൈറ്റുകളാക്കി. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വെച്ചു. പിന്നെ അത് കൂടാതെ അങ്ങനെയുള്ള ഒട്ടുമിക്കപ്പോഴുള്ള എല്ലാ പരിപാടികളും ചെയ്തു. നെപ്പോളിയൻ എന്നുള്ളത് റഷ്യൻ ഭാഷയിലേക്ക് മാറ്റി. റൂസ്കി, അതെ, റൂസ്കി ഭാഷയിലേക്ക്. അത് നെപ്പോളിയൻ, അതെ, 2 ഭാഷ അറിയായിരുന്നു. നെപ്പോളിയൻ സൂപ്പർ സീനിയർ. അതേപോലെ തന്നെ ഇവിടെ CCTV ക്യാമറ എന്ന് കൊടുത്തു. അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഫ്രണ്ടിലെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഇത് കൂടാതെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾ പറയുന്നതായിരിക്കും. മണിയറെ കയറിയ പെൺകുട്ടീനെ പോലെ ഇങ്ങോട്ട് വാ, പിടിച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങുക അല്ലേ ഗൈസ്? നോക്കൂ, അതായത് നമ്മുടെ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാൻ എന്തൊക്കെ എല്ലാവർക്കും അറിയാം എങ്ങനെയായിരുന്നുള്ളൂ. എല്ലാം മാറ്റി നമ്മൾ പുതിയൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പുതിയതായിട്ട് സ്റ്റിക്കർ എല്ലാ കാര്യങ്ങളും നമ്മൾ അടിച്ചല്ലേ. നജീബിക്കയുടെ ZR ഡിസൈനിൽ വരുന്ന പുതിയ സാധനം നമ്മളിവിടെ അടിച്ചു. ആ ഒരു സാധനം ഇവിടെ അടിച്ചു. പിന്നെ അതുകൂടാതെ റഷ്യൻ ലെറ്ററിൽ യുവർ ഡ്രീം അവർ വേൾഡ്. ഇപ്പൊ വായിക്കാം എങ്ങനെ ഇംഗ്ലീഷ് വായിക്കാം? അവർ വേൾഡ്. ഇതിപ്പോ എങ്ങനെ വായിക്കാം ഇംഗ്ലീഷ് വായിക്കുവാണെങ്കിൽ? ഇവിടെ ഒരു ZR എന്നുള്ള, അതായത് നജീബിക്കയുടെ ലോഗോയും സംഭവങ്ങളും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വീൽ കപ്പും സംഭവങ്ങളൊക്കെ ഇവിടെ ഇട്ടു. ഇതുണ്ട്, ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ സൈഡ് ബോഡി ലൈറ്റ് വെച്ചു. ഇവിടെ പച്ച മാറ്റി വെച്ചു. ഇവിടെ എല്ലാം ഓരോ ബോഡി ലൈറ്റ് വെച്ചു. ഫ്രണ്ടിലും നമ്മൾ അതേപോലെ തന്നെ വീൽ കപ്പ് സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ എല്ലാ ഗ്ലാസും മാറ്റി ടഫൻ ഗ്ലാസ് ഇട്ടു. അതും പുതിയത് 7 വേണോ 8 വേണോ ഇത് പുതുക്കി പണിത് എന്തുകൊണ്ട് നന്നായി. കുറെ തുരുമ്പും സാധനം നമ്മൾ അടച്ചല്ലോ ഗൈസ്. ഇനി ഇതേപോലുള്ള പല പല കളങ്ങൾ നമ്മുടെ വണ്ടിയിലുണ്ട്. ഇതാണ് നമ്മുടെ ജനറേറ്റർ റൂം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ജനറേറ്റർ 1 kVയുടെ ജനറേറ്ററാണ്. മറ്റ് ജനറേറ്ററിനെ അപേക്ഷിച്ച് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലാണ്. നമ്മുടെ വണ്ടിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിനു മുമ്പ് അതെ അതെ അതെ, ജനറേറ്റർ ഞങ്ങൾ മാറ്റി. കാര്യം എന്താ വെച്ചാൽ ജനറേറ്ററിനോട് ഒരു ഉപകാരമില്ല, എല്ലാം ഉള്ളിലത്തെ സാധനം അടിച്ചു പോവാ. ഇതിനാകെ ഒരു ദിവസം 3.5 ലിറ്റർ മതി. അതിന് ഒരു ദിവസം 4500 രൂപയുടെ 4500 5000 രൂപയുടെ എണ്ണ വേണമായിരുന്നു. അതിന് 5000 രൂപയുടെ എണ്ണ വേണമായിരുന്നു. അപ്പോൾ അവിടെ ജനറേറ്റർ നിങ്ങളെ കാണിച്ചു. ഇനി വണ്ടിയുടെ ബേക്ക് വശത്തോട്ട് വരാൻ നേരത്തെ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബേക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പഴയ ബേക്ക് പോലെയല്ല അല്ലേ?
ബേക്ക് മൊത്തം നമ്മൾ പുതുക്കി ഒരു ന്യൂ ലുക്കിലോട്ട് കൊണ്ടു. അതെ, നമ്മളൊരു ഗ്ലാസ് വെച്ചു, അവിടെ CCTV വെച്ചു, അതിൻ്റെ മേളിൽ ഒരു ലൈറ്റ് വെച്ചു, ഇവിടെ നമ്മൾ സൈനോസിൻ്റെ ഒരു സംഭവം വെച്ചു, ഇവിടെ ഒരു സാധനം വെച്ചു. നിങ്ങൾ അവിടെ ഒരു CCTV മേക്രോ എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ്. അത് ഞാൻ വരുന്ന വഴിക്ക് ഒരു മാവിന് തട്ടിയതാണ്. അപ്പോൾ അത് മാറ്റി പൊസിഷൻ ഒന്ന് മാറ്റി താഴോട്ട് വെക്കണം. അതെ, പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വെച്ചു, ഇവിടെ ലൈറ്റ് വെച്ചു, ഇവിടെ ലൈറ്റ് വെച്ചു. ബാക്കൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ഡിസൈൻ മാറ്റി. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു സാധനം സ്വന്തം കൈ കൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലാഡർ വെച്ച് ഓട്ടോമാറ്റിക് താഴോട്ട്. ഇത്രയും നാളും പറഞ്ഞ നമുക്ക് കഴിവേടായിരുന്നാണോ? അല്ല, 2 നെറ്റ് കത്തി കഴിഞ്ഞാൽ താഴോട്ടും. പിന്നെ ഇതിന്റെ അകത്തോട് ഉള്ളിലേക്ക് പൊടി കയറുന്നുണ്ടായിരുന്നു. ഇത് മൊത്തം സിലിക്കോൺ ഇട്ട് അടച്ചു കളഞ്ഞു. ബന്ദ് കരേഗ. ഇനി വേറെ കാര്യമുണ്ട്, ഇതിന്റെ ബാക്ക് ഡിസൈൻ ചെയ്ത് ആരാന്നറിയാവോ? ക്യാമറമാൻ അമിത് അല്ലേ? ഗൈസ് നോക്കൂ, അമിതാണ്. വേറെ കോമഡി ഉണ്ടായിരുന്നു. ഈ വണ്ടി പണിയുമ്പോ അമിത് അടുത്ത് വന്നുകൊണ്ടിരിക്കാം. നമുക്ക് പോടാ, ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ. കാരണം അമിത് ഇവിടെ വന്നിട്ട് പറയാ, ഇക്ക അത് മാറ്റി നന്നാൻ കേട്ടോ, ഇത് മാറ്റി നന്നാൻ കേട്ടോ. അല്ലേ? മൊബൈൽ എടുക്കും. പണ്ട് എബി മറ്റേ ലൈറ്റ് വരുമ്പോ ഇക്ക ഷട്ടിയുടെ ഉള്ളിൽ ഇട്ട പോലെ ഉണ്ട്. അമിതിനെ ആദ്യം വണ്ടി പണിതപ്പോഴല്ലേ? ആദ്യം വണ്ടി ശരിയാട്ടോ. ആദ്യം ഞാൻ വണ്ടി പണിയുമ്പം 4 ലൈറ്റും കൂടെ വണ്ടി വെക്കാനുണ്ടായിരുന്നു. പുള്ളി എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ ആർക്കും സൗകര്യം കൊടുക്കുന്നില്ലല്ലോ. പുള്ളി ലൈസായിട്ട് ഇട്ടിട്ട് പുള്ളിയും പോയി. കാരണം അന്ന് മൂത്രത്തിക്കല്ലുണ്ടായിരുന്നു. പുള്ളി എന്തിനാണെന്നറിയാമോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. എങ്ങനെയുണ്ട്? ആര് ചോദിച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറയും. അപ്പുറത്തെ സൈഡിൽ കൂടെ കാണിച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഈ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ അത് കാണിക്കുന്നില്ല. നിങ്ങൾ ഇതിന്റെ ഉൾവശങ്ങൾ ഓരോന്നോ ആദ്യം വലിച്ചിട്ട് നമുക്ക് എന്തൊക്കെ നമ്മുടെ വണ്ടീൻ്റെ അത് വെച്ചു. നമ്മൾ ഈ വണ്ടീൻ്റെ അത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ യാത്രയ്ക്ക് എന്താണ് ആവശ്യം അതാണ് ഈ വണ്ടിയുടെ ഉള്ളിൽ ഞങ്ങൾ ചെയ്തത്. നമ്മുടെ വണ്ടിയിൽ സീറ്റ് പിടിപ്പിച്ചു. നമ്മൾ വെക്കാഞ്ഞുള്ള സാധനം ഞങ്ങൾ വണ്ടി എടുത്ത് പൊളിച്ചു കളഞ്ഞു. വീണ്ടും നമ്മൾ ബാത്റൂം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. ബാത്റൂമിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ പഴയ സെറ്റപ്പ് എല്ലാം മാറ്റിയത് പുതിയ ടെക്നോളജിയിലോട്ട് നമ്മൾ അങ്ങോട്ട് മാറിയല്ലേ അല്ലേ? പഴയത് പുതിയതായിട്ട് അപ്ഡേഷൻ ചെയ്ത് വരണ്ടേ? അടിക്കരുത്. വരൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് വെൽക്കം. സുശീല, മേരി, ഗോവി എല്ലാരും വരുമോ? അതെ, ചെരുപ്പ് ഇവിടെ അഴിച്ചിടണം. ചെരുപ്പ് ഇവിടെ അഴിച്ചിട്ട് നേരെ കയറാൻ നേരത്ത് അയ്യോ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഏതാണ്ട് എത്ര കുപ്പിയുണ്ട്? 12ഓ 8ഓ? 8 കുപ്പി വെള്ളം ഇതിനകത്തുണ്ട് കേട്ടോ, 20 ലിറ്റർ വെച്ച. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലാണ്. ഇനി അതുകൂടാതെ ഇവിടെയൊക്കെ നമ്മൾ കാലിയാക്കി ഫിനിഷാക്കി. ഇവിടെ നമ്മൾ കിച്ചൺ പണിതു, ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചു, ഇവിടെ നമ്മൾ ടോപ്പ് സാധനങ്ങൾ വെക്കാനുള്ള സംഭവം ചെയ്തു. ഇതേ TV ക്യാബിൻ വെച്ചു, TV വെച്ചു. ഇനി അതുകൂടാതെ നമുക്കിപ്പം യാത്ര ചെയ്യുവാണ്. ആൾക്കാർക്ക് പണ്ട് എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ ഇരിക്കണം. ഇക്കാർക്ക് അറിയില്ലേ? ഇങ്ങനെ ഇരിക്കണം. സൈഡ് സീറ്റിന് വേണ്ടി എല്ലാവരും അടിയാണ്. അതോ ചൂടും. ഇപ്പം ഇങ്ങനെ ഇരിക്കാം, മരത്തയാക്കി ഇങ്ങനെ ഇരിക്കാം. എന്തോരം യാത്രയാണ്. ഇനി കാണണമെങ്കിൽ ഇവിടുന്ന് കാണാം. ഇതൊന്നുമില്ല കേട്ടോ. അതായത് മറ്റേ ഇതിന് എന്നാ പറയുന്നത്, പുഷ് ബാക്ക് ഇല്ല, ഫിക്സഡ് ആണ്. ഇനി ഇതേ ഇവിടെ അടുത്താക്കിയിരിക്കണേ. ഇതേ ഇവിടെ ഇരിക്കാം. പിന്നെ അതേപോലെ തന്നെ ഡ്രൈവർ സീറ്റിലേക്ക് വരാൻ നേരത്ത് പൊക്കാനും താത്താനും പറ്റുന്ന സീറ്റാണ്. സ്റ്റിയറിങ്, ലിവറ്, പിന്നെ അതുപോലെ ഇവിടെ കർട്ടൻ, പിന്നെ ഇവിടെ ഒരു കർട്ടൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ ചെയ്തു. അങ്ങനെ നല്ല എന്നാ പറയുക, നമ്മൾ മനസ്സിൽ കണ്ട പോലെ ചെയ്തു. പിന്നെ പനീറിൻ്റെ 4 സ്പീക്കർ, 3 വേ സ്പീക്കർ, JBL, പിന്നെ ഒരു ഡീറ്റെയിൽ കേട്ടോ. അതിനകത്ത് പാട്ടിനകത്ത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇതിനകത്ത് കേൾക്കാൻ വേണ്ടി. ഇതൊരു കട്ട് ഔട്ട് സ്വിച്ച് ആണ് ബാറ്ററിയുടെ. ഇതേ ഇക്കടി കാലിൻ്റെ ഇവിടെ കാണുന്ന ഇത് പിന്നെ ഇൻവേർട്ടറിൻ്റെ ആണ്. പിന്നെ എല്ലായിടത്തും വെള്ളം വെക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ള എല്ലാം വെച്ചു. പോരെ, ഇനിയാണ് നിശ്ചയങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ നിങ്ങളോട് വീഡിയോയിൽ എത്രയോ നാളോ 20, 30, 40 ദിവസത്തോളം നിങ്ങൾ പറയുന്നത് ഇത് ഇങ്ങനെയായിരുന്നു എന്നുള്ളത്. ആ സംഭവം ഇപ്പം പൂർത്തിയായി കഴിഞ്ഞു. അതായത് ഒരാൾക്ക് കിടക്കാനുള്ള ബെഡ്, അവർക്ക് പ്രൈവസി കുറവുണ്ടെങ്കിൽ പ്രൈവസി കുറവുണ്ടെങ്കിൽ നേരെ ഇതിങ്ങനെ എടുക്കുന്നു, കർട്ടൻ അടയ്ക്കുന്നു, ക്ലോസ് ആയി. ഇനി അടുത്ത ആൾ കിടക്കുന്നു. ഇനി ഇതേപോലെ കിടക്കാം. കിടന്ന് കാണിച്ചേ, കാല് പൊക്കിക്കേ, മുട്ടത്ത് പോലും ഇല്ല. കണ്ടോ, കാല് മുട്ടത്തില്ല. അതിപ്പം പുള്ളി മനപ്പുറം മുട്ടില്ല. കാഴ്ച നോക്കൂ. പിന്നെ ഇവിടെ ചാർജിങ് പോയിന്റ് ഉണ്ട് എല്ലാവർക്കും. ഇതുണ്ടോ ഫോൺ കുത്താനുള്ള. ഇത് ഇങ്ങോട്ട് വന്ന് എല്ലാ സ്ഥലങ്ങളും അതേപോലെ ചാർജിങ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് AC കൺട്രോൾ സാധനമാണ്. ഇവിടെയാണ് നമ്മുടെ AC വരുന്നത്. AC ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. വലിയ അമിതമായിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല AC-യിൽ നിന്നും. അപ്പോൾ AC ഓക്കെ എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കൂളറുണ്ട്. ഇത് കൂടാതെ ഒരു കൂളറും കൂടി ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. അപ്പോൾ 2 കൂളർ നമുക്ക് വെൽക്രോയിൽ സെറ്റ് ചെയ്യണം. അത് യാത്ര ചെയ്യുന്ന നേരത്ത് എവിടെയാണ് വേണ്ടത് എന്ന് നോക്കിയിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഇതുണ്ടോ ഓണോ? ഇതുണ്ടോ? ഈ വെൽക്രോ ഇങ്ങനെ എടുക്കുക. വെൽക്രോയിലാണ് ഇതിൻ്റെ പരിപാടി. ഇതുണ്ടോ? ഇങ്ങനെ വെച്ചാൽ മതി. ഇതുണ്ടോ?
ഇതുണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനെ തിരിച്ചു എന്നിട്ട് ഫുഡ് പാഞ്ഞുണ്ടെങ്കിൽ തിരിച്ചു ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. ഏത് രീതി വേണോ ആ രീതിയിലേക്ക് നമുക്കത് വെച്ച് വെൽക്രോ വെച്ച് അടിച്ച് വെച്ചാൽ മതി. കരുതില്ലേ? വരുന്നുണ്ട്. കാറ്റ് സംഭവങ്ങൾ കിട്ടും. ഇതൊരു ടേബിളാണ്. ഈ ടേബിൾ താത്താനും പൊക്കാനും പറ്റും. ഇത് നമ്മുടെ കിച്ചന്റെ സിങ്ക് ആണ്. നമുക്ക് എന്തെങ്കിലും പരിപാടി കൊച്ചിനൊക്കെ കളിക്കണമെന്ന് വെച്ചാൽ താത്തി വെച്ചാൽ പോരെ. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഒരു സിങ്ക് ഉണ്ട്. ഇവിടെ നമ്മുടെ 3 ഗ്യാസിന്റെ ഇതുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് ഞാൻ പറഞ്ഞു, ഇതൊരു സ്റ്റോറേജ് ആണ്. ചോറ് കറി എല്ലാം ഒരുമിച്ച് വെക്കാം. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആക്കി. പിന്നെ നിങ്ങളെല്ലാം വീഡിയോ പറഞ്ഞാൽ ഇത് ഗ്ലാസ്സിലേക്ക് അടിക്കും. നമ്മൾ വീട്ടിലൊരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അടിയിൽ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കബോർഡുകൾ തുറക്കാൻ പറ്റും. ഇതുണ്ടോ, ഇതിങ്ങനെ ലോക്കാണ്, ഇതിങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരൊറ്റ 12 വാട്ടിലുള്ള ബൾബേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഇൻവേർട്ടർ. അതല്ല ബാക്കിയെല്ലാം നമ്മൾ ഇൻവേർട്ടറിലാണ് കൊടുത്താക്കുന്നത്. അപ്പം ഇനി അങ്ങനെ പറയുന്നത് ഇതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റുകൾ, മൊത്തം കൺട്രോൾ യൂണിറ്റ് ഇതാണ്. അപ്പൊ ഈ പഴയ സാധനങ്ങളെല്ലാം ഞങ്ങൾ മാറ്റി, എല്ലാം പുതിയ സാധനങ്ങൾ കേട്ടോ. കണ്ടോ, 2 സ്ലീപ്പറാണ്. അതായത് ഇവിടെയും കിടക്കാം ഇവിടെയും കിടക്കാം. ഇത് അടച്ചിട്ടാൽ മതി. ഇതും അതേപോലെ തന്നെ അടച്ചിട്ട് പ്രൈവസി വേണ്ടവർക്ക് അപ്പം തന്നെ ഇതാ ഇങ്ങനെ ഇടുക. ഇത് കണ്ടോ അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രൈവസി വേണമെന്ന് തോന്നുന്നു, അതാ പിടിച്ചോ. പ്രൈവസിക്കാർക്ക് എല്ലാം കർട്ടൻ കൊടുത്തു നോക്കാം, പ്രൈവസിക്ക് കർട്ടൻ. ഇനി ബാത്റൂം എന്ന് പറയുന്ന ഇതാണ്. ഇതിൻ്റെ അത് സ്വിച്ചും കാര്യങ്ങളും സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് മോട്ടറിൻ്റെ സ്വിച്ചാണ്. അത് മോട്ടർ ഇട്ടാൽ പവറിൽ വെള്ളം വരും. ഇത് പിന്നെ അങ്ങോട്ട് ബാത്റൂമിൻ്റെ ഇത് വലിക്കുന്ന ഫാനിൻ്റെ സംഭവമാണ് ഇത്. പിന്നെ അറിയാമല്ലോ സാധാരണ ഇതുപോലെ സംഭവങ്ങൾ. ഇതാണ് നമ്മുടെ ബാത്റൂം. വേസ്റ്റ് താഴോട്ടില്ല, എടുത്തുകൊണ്ടേ കളയണം. അതങ്ങനെ തന്നെ ചെയ്തതാണ്. ഇനി ഓരോന്നായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ബാത്റൂം അടയ്ക്കട്ടെ. ഈ സ്വിച്ച് അടച്ചേക്കാം. ബാത്റൂമിൻ്റെ സ്വിച്ച് അടച്ചു. ഇതന്നെ മൊയിൽ മറ്റേ കൂട്ടിന്ന് പുറത്തോട്ട് നോക്കിയിരിക്കുന്ന പോലെ. പക്ഷേ ഇതിനകത്ത് 2 പേർക്ക് കിടക്കാം. തീർച്ചയായിട്ടും നീ കിടന്നേ കിടന്നേ സുഖമായിട്ട് ഇതുണ്ടോ, 2 പേർക്ക് കിടക്കാം. നോക്കിയേ, അഡ്ജസ്റ്റ് ചെയ്ത് 2 പേർക്ക് കിടക്കാം. പുള്ളിക്കാരൻ സഹകരിക്കണം. പുള്ളി സഹകരിച്ചു ഇപ്പൊ നന്നായിട്ട്. പുള്ളിക്കാരൻ സഹകരിക്കണം. പുള്ളി ഇപ്പൊ നന്നായി സഹകരിച്ചു. പ്രൈവസി പ്രൈവസിക്കാർക്കെല്ലാം കത്ത് അയ്യോ ഇറക്കി വിടോ, ആൾക്കാർ തെറ്റിയായിരിക്കും. ഇനി ഇതാ TV നിങ്ങൾ കണ്ടില്ലല്ലോ. ഇതാണ് TV. അപ്പം TVയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വർക്കിംഗ് സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞാൻ TV അടച്ചു വെക്കുകയാണ്, കാരണം അങ്ങോട്ട് പോകാൻ തല തട്ടി. ഇതാണ് നമ്മുടെ മറ്റേ അല്ലേ, കൊച്ചിന് കാർട്ടൂൺ കാണാം. ഇതാണ് നമ്മുടെ മറ്റേ പ്ലഗ്, അതായത് നമ്മുടെ മിക്സിയൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത്. ഈ സ്വിച്ച് ഓഫ് ആക്കി ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആവും. ഒക്കെ ഞാൻ നിങ്ങളെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. കാര്യം മാത്രം കേട്ടോ, ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ മിനിമൈസ് ഉള്ള കാര്യങ്ങൾ. നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പം നമ്മള് ഇത് പറഞ്ഞത് വുഡ് ഡിസൈൻ അടിക്കാൻ നമ്മളോട് പറഞ്ഞു. വുഡ് അപ്പം നമ്മൾ പറഞ്ഞു വുഡ് വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും നമ്മൾ പോകുന്ന വഴിക്ക് കഴിഞ്ഞ വർഷം എലി കയറിയിട്ടാണ് വണ്ടി മൊത്തം പോയത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, അപ്പോൾ നമുക്കിത് അടിച്ച് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചെയ്യാം. റഫായിട്ടുള്ള സംഭവം എല്ലാം റഫ്യൂസ് ആണ്, അല്ല ഓവർ ലക്ഷറിക്കല്ല നമ്മൾ കൊടുത്താക്കുന്നത്. വേണ്ട, നമുക്ക് അതിന് ആവശ്യമില്ല. അതെ, അപ്പൊ സമയത്തിനല്ല. എന്നോട് ഇക്ക എപ്പോഴും പറയാടാ ബുട്ടിനെ നമുക്ക് ഇത് ചെയ്യാം, ബുട്ടിനെ. അപ്പൊ ഞാൻ ഇക്കയോട് കാര്യം പറയുന്നത്, നമ്മുടെ പർപ്പസ് ആണ് നടക്കണം, അല്ലാതെ നമ്മൾ ഷോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഷോ കാണിക്കാൻ വേണ്ടി നമ്മൾ പല ഇതും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഊരണമെങ്കിൽ ഊരാൻ പറ്റൂല. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ലിവർ, ഇതാണ് നമ്മുടെ സ്റ്റീരിയോ. ഇവിടെ നമ്മുടെ കുറേ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ ഒരു വുഡിൻ്റെ ഡിസൈൻ കൊടുത്തു. ഇത് AC-യുടെ ഓൺ ഓഫ്. ഇവിടെ സൈനൂസിൻ്റെ സാധനം കൊടുത്തു. ഇവിടെ ഒരു സാധനം ഇട്ടു. ഈ സാധനം ഇവിടെ നമ്മളൊരു കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ക്രോസ് കൊടുത്തു. ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്തൊരു ലൈറ്റൊക്കെ കത്തും. ഇവിടെ ഫാൻ കൊടുത്തു, ഇവിടെ ഫാൻ കൊടുത്തു. ഇതിൻ്റെ അകത്താണ് ആംബർ CCTV ഉണ്ട് 5 എണ്ണം, അല്ല 4 എണ്ണം. അതിൻ്റെ കൺട്രോൾ സാധനങ്ങൾ. അങ്ങനെ ഒരു ക്യാരവാന് വേണ്ട എല്ലാ സാധനവും നമ്മുടെ വണ്ടിക്ക് ചെയ്തു കഴിഞ്ഞു. ഇനിയും എന്താ പറയുക, ഈ മാറ്റി മറക്കല്ലേ, എന്നാ മറക്കേ. അമ്പടാ അതങ്ങിട്ടെ മറ്റേ സെറ്റപ്പായി ആ മാറ്റി. അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യാണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അല്ലേ? യെസ്. അപ്പം അങ്ങനെ എല്ലാം ആയി. ഇനിയിപ്പോൾ നമുക്കൊന്നും വേണ്ട കാര്യമില്ല. അപ്പം നമ്മളിന്ന് നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇതെങ്ങനെയൊക്കെ എങ്ങനെയല്ലേ, എങ്ങനെയാ ആയിട്ടാ. അപ്പം ഇന്ന് നമ്മൾ നാട്ടിലേക്ക് യാത്ര ഇരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം മുതൽ നമ്മുടെ യാത്രാ വീഡിയോ തുടങ്ങുകയാണ്. 2 മാസത്തെ ഗ്യാപ്പിന് ശേഷം അങ്ങനെ ഈബിൾ ജെറ്റ് തിരിച്ചിറങ്ങുകയാണ്. ഇതിന് ശേഷം വെടിക്കെട്ട് തുടങ്ങാൻ പോവുകയാണ്. അല്ലേ ലിബിനെ? എന്നെ അടച്ചിടരുത്, ഇയാൾ തെറ്റിയിരിക്കും. അതെ. അപ്പം വണ്ടി പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
എന്താ പറയാ, അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ വണ്ടി നമുക്ക് വിചാരിച്ചാലും കൂടുതൽ ഭംഗി നമുക്ക് ഈ വണ്ടി കിട്ടി. അതെ, വേറെ സംഭവമുണ്ട്. നമ്മൾ ശരിക്കും വിചാരിച്ചത് ഒരു 2-2.5 മാസമാണ്. അപ്പം നമ്മൾ 10-15 ദിവസം നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. കാരണം നമുക്കറിയാം വണ്ടി ഇത്രയും ദിവസങ്ങളിൽ പണിത് കിട്ടത്തില്ല എന്നുള്ള ക്യാരവാൻ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചാലും കൂടുതൽ നമുക്ക് പ്രഷർ ചെയ്ത് വണ്ടി പണിത് നമുക്ക് അല്ല അതെ, അങ്ങനെ പ്രഷർ ചെയ്ത് വണ്ടി പണിത് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ കുറച്ച് മാറ്റ് മേടിച്ചിടണം. ഇതേപോലെ സിംഗിൾ മാറ്റ് ഇത് കണ്ടോ, ഇതേപോലത്തെ കുറച്ച് സിംഗിൾ മാറ്റും സംഭവങ്ങളൊക്കെ മേടിച്ചിടണം. അപ്പം നമ്മൾ നേരെ എങ്ങോട്ട് പോവുകയാണ്? യെസ്, നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ പോവാണ്. കുറച്ചും കൂടെ ഫിനിഷിംഗ് വെച്ചാൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വെച്ചാൽ അപ്പം നമ്മൾ ആ ഗ്യാപ്പിൽ വീഡിയോ എടുക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കുറച്ച് വർക്ക്ഷോപ്പ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യാത്ര തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ സാധനങ്ങൾ ലോഡ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരും. അപ്പം നജീബിക്കയുടെ വണ്ടി നിങ്ങൾ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ നജീബിക്കാനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അത് ഇട്ടാക്കാം. യെസ്, ആ വണ്ടി നിങ്ങൾക്ക് ഓട്ടം വിളിക്കാം. എറണാകുളത്തും എവിടെ ഉള്ളവർക്ക് വിളിക്കാട്ടെ. പിന്നെ അതിന് അത് മെയിൻ ആയിട്ടുണ്ടല്ലോ ആ വണ്ടിയില്ലേ, മെയിനായിട്ട് ഈ മണവാളിനും മണവാട്ടിക്കൊക്കെ പോകാനായിട്ട് ഞാൻ ബൊക്കെയൊക്കെ വെച്ചു കേട്ടോ. നിങ്ങൾ ആരും വിളിച്ചോ, ബൊക്കെയൊക്കെ അത് കൊള്ളായിരിക്കും, വെറൈറ്റി. പിന്നെ അതുകൂടാതെ അതേപോലെ നിങ്ങൾക്ക് വാഹനം പണിയുന്നെങ്കിൽ ഇക്കയായിട്ട് ബന്ധപ്പെടുക, ഇക്കയായിട്ട് സംസാരിക്കുക. അപ്പോൾ അതും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. എന്തേലും പറ. ഗുഡ് ബൈ.